എന്താണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ? ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്നുള്ള ടേം നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലെ? മീൻ സ്റ്റാക്ക് ഡെവലപ്പർ, മേൺ സ്റ്റാക്ക് ഡെവലപ്പർ, പൈത്തൺ, ജാങ്കോ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ, ഇങ്ങനെ ഒരുപാട് ടേംസ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ആക്ച്വലി ഫുൾ സ്റ്റാക്ക് ഡെവലപ്പിംഗ്? അപ്പോൾ എന്താണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പിംഗ് എന്ന് പറയുന്നതിന് മുമ്പ് ഫ്രണ്ട് എൻഡ് ഡെവലപ്പിംഗ് എന്താണ്, ബാക്ക് എൻഡ് ഡെവലപ്പിംഗ് എന്താണ്, ഡേറ്റാബേസ് മാനേജ്മെന്റ് എന്താണ്, ഇങ്ങനെ കുറേ ടേംസും കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ ആദ്യം നമുക്ക് ഫ്രണ്ട് എൻഡ് ഡെവലപ്പിംഗ് എന്താണെന്ന് നോക്കാം. ഫ്രണ്ട് എൻഡ് ഡെവലപ്പിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒരു കോമൺ യൂസർ കാണുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? ആദ്യം ഫേസ്ബുക്കിലോട്ട് കയറുമ്പോൾ നമ്മൾ അതിൻ്റെ ഇൻ്റർഫേസിൽ കാണുന്നത് എന്താ? ലോഗിൻ അല്ലേ? നമ്മൾ ലോഗിൻ ചെയ്ത് കയറുന്നു, അവിടെ നമുക്ക് നമ്മുടെ ഹോം പേജ് കാണാം, അവിടെ നമുക്ക് DP മാറ്റണമെങ്കിൽ മാറ്റാം, പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഒരു ഇൻ്റർഫേസ്, ആ ഇൻ്റർഫേസിനെ ഡിസൈൻ ചെയ്യുന്ന ആളിനെയാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ എന്ന് പറയുന്നത്. സോ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് പല ടൈപ്പ് ഓഫ് ലാംഗ്വേജസ് ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം HTML, CSS, അതുപോലെ ആംഗുലർ, റിയാക്ട്, ജാവാസ്ക്രിപ്റ്റ്, jQuery, ഇതുപോലെയുള്ള ഒട്ടനവധി ലാംഗ്വേജസ് നമുക്ക് ഫെമിലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ടൈപ്പ് ഓഫ് ലാംഗ്വേജസ് യൂസ് ചെയ്ത് ഫ്രണ്ട് എൻഡുകളെ ഡിസൈൻ ചെയ്യുന്ന ആളിനെയാണ്, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആ യൂസർ ഇൻ്റർഫേസിനെ ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ആളിനെയാണ് ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാവുന്നത് ബാക്ക് എൻഡ് ഡെവലപ്പിംഗ് എന്താണെന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫേസ്ബുക്കിൻ്റെ എക്സാമ്പിൾ തന്നെ പറഞ്ഞു അല്ലേ? നമുക്ക് അത് വെച്ചിട്ട് തന്നെ ബാക്ക് എൻഡ് ഡെവലപ്പിംഗ് എവിടെയാണ് നടക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ബാക്ക് എൻഡ് ഡെവലപ്പിംഗ് അവിടെ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുറേ ഫങ്ഷനാലിറ്റീസ് ഫേസ്ബുക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്തൊക്കെ ഫങ്ഷനാലിറ്റീസ് ആവാം? ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലോഗിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ സൈൻ ഔട്ട് ചെയ്യുന്നു, സൈൻ അപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു DP മാറ്റുന്നു, പുതിയ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫങ്ഷനാലിറ്റീസ് എന്ന് നമ്മുടെ ഒരു ടെക്നിക്കൽ ടേമിൽ പറയുന്നത്. ഈ ഫങ്ഷനാലിറ്റീസ് നടക്കണമെങ്കിൽ അത് ഒരു ബാക്ക് എൻഡ് ഡെവലപ്പർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതും ഏതൊക്കെ ടൈപ്പ് ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടാണ്? നിങ്ങൾക്ക് അതും കേട്ടുകേൾവി ഉണ്ടാവും. പൈത്തൺ, അതുപോലെ PHP, .NET, റൂബി, അങ്ങനെയുള്ള ഒരുപാട് ടൈപ്സ് ലാംഗ്വേജസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ബാക്ക് എൻഡ് ഡെവലപ്പിങ്ങിന് വേണ്ടിയിട്ട്. ഇതെന്ന് പറയുന്നത് ഒരു സെർവർ സൈഡിൽ നടക്കുന്ന പരിപാടിയാണ്. അതായത് നമ്മൾ യൂസേഴ്സിന് അത് വിസിബിൾ അല്ല. യൂസേഴ്സിന് വിസിബിൾ ആയിട്ടുള്ളത് ഫ്രണ്ട് എൻഡ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഡെവലപ്പിംഗ് പാർട്ടിൽ പറയുമ്പോൾ ബാക്ക് എൻഡ് ഡെവലപ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ സെർവർ സൈഡിൽ ചെയ്യുന്ന ഒരു ടാസ്ക്, അല്ലെങ്കിൽ നമ്മൾ യൂസേഴ്സ് ചെയ്യുന്ന ഒരു ഫങ്ഷനാലിറ്റീസ്, അതായത് ലോഗിൻ, ലോഗൗട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനാണ് ബാക്ക് എൻഡ് ഡെവലപ്പിംഗ് എന്ന് പറയുന്നത്. പൈത്തൺ, PHP പോലുള്ള ലാംഗ്വേജസിൽ നിങ്ങൾക്ക് ഫെമിലാരിറ്റി അല്ലെങ്കിൽ നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബാക്ക് എൻഡ് ഡെവലപ്പറാണ്. ഇനി അടുത്തതായിട്ട് ഇതിൽ മെയിനായിട്ട് വേണ്ടത് ഡേറ്റാബേസ് ആണ്. ഡേറ്റാബേസ് മാനേജ്മെന്റ് എങ്ങനെ ചെയ്യുന്നു? ഇതിലും നമ്മൾ കുറേ ടേംസ് കേട്ടിട്ടുണ്ടാകും, കുറേ ഡേറ്റാബേസിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഡേറ്റാബേസുകളിൽ തന്നെ കുറേ ഡേറ്റാബേസിന്റെ പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. MongoDB, SQL, PostgreSQL, അങ്ങനെയുള്ള ഒരുപാട് ലാംഗ്വേജസ് അല്ലെങ്കിൽ ഡേറ്റാബേസുകൾ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആണ്. നമുക്ക് അതിലും ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളൊരു ആമസോൺ വെബ്സൈറ്റ് എടുക്കുക. നിങ്ങൾക്കറിയാം, മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് യൂസേഴ്സ് ആണ് അറ്റ് എ ടൈമിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ടോപ്പ് കൊമേഴ്സ് വെബ്സൈറ്റുകൾ യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആമസോൺ വെബ്സൈറ്റിൽ ആദ്യമായിട്ട് ഞാൻ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ നെയിം, നമ്മുടെ അഡ്രസ്സ്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ഡീറ്റെയിൽസിൻ്റെ പേരാണ് ഡേറ്റ എന്ന് പറയുന്നത്. ടെക്നിക്കൽ ടേംസിൽ പറയുമ്പോൾ ഇതിനെയൊക്കെ ഡേറ്റ എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ സൈനപ്പ് ചെയ്ത് കയറി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്തു എന്ന് വെക്കുക. ഓക്കെ, ആ ടൈമിൽ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തു. അപ്പോൾ ഷിപ്പിംഗ് ആയിട്ടൊരു അഡ്രസ്സ് നമ്മൾ കൊടുക്കണം അല്ലേ? അപ്പോൾ അവിടെ അഡ്രസ്സും കൊടുത്തു. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു ഓർഡർ എഗെയിൻ നെക്സ്റ്റ് ഡേ ഞാനൊരു ഓർഡർ പ്ലേസ് ചെയ്യാമെന്ന് വെക്കുക. വീണ്ടും അവിടെ എനിക്ക് ഞാൻ ഇന്നലെ കൊടുത്ത ഷിപ്പിംഗ് അഡ്രസ്സ് ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്നത് കാണാം. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത്രയേ ഉള്ളൂ കാര്യം. ഡേറ്റാബേസ്, നമ്മുടെ ഈ ഡേറ്റാസ്, അതായത് ഇപ്പോൾ ഷിപ്പിംഗ് അഡ്രസ്സ് ആവട്ടെ, നമ്മൾ കൊടുക്കുന്ന ബില്ലിംഗ് അഡ്രസ്സ് ആവട്ടെ, നമ്മുടെ പേരാവട്ടെ, അതുപോലെ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ കാർട്ടിലിട്ടേക്കുന്നത്, നമ്മുടെ വിഷ് ലിസ്റ്റിലിട്ടേക്കുന്നത്, നമ്മൾ ഓർഡർ ആക്കിയത്, പ്ലേസ് ചെയ്തത്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസിനെയുമാണ് ഡേറ്റ എന്ന് പറയുന്നത്. ഈ ഡേറ്റാസിനെ ഓർഗനൈസ് ചെയ്ത് കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് ഡേറ്റാബേസസുകൾ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഡേറ്റാബേസിൽ നിന്നാണ് ഓട്ടോമാറ്റിക്കലി ഫെച്ച് ചെയ്ത്
നമ്മുടെ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലുള്ള എല്ലാ ഇ-കൊമേഴ്സ് വെബ്സൈറ്റിലും ഓട്ടോമാറ്റിക്കലി വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് ടീം തന്നെ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലേക്ക് വരാം. എന്താണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ? നിങ്ങളൊരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പിങ്ങിൽ വിദഗ്ധനാണെങ്കിൽ, നിങ്ങളൊരു ബാക്ക് എൻഡ് ഡെവലപ്പിങ്ങിൽ വിദഗ്ധനാണെങ്കിൽ, ഇനി നിങ്ങൾക്ക് ഡേറ്റാബേസ് നന്നായി മാനേജ് ചെയ്യാനും കണക്ട് ചെയ്യാനും അറിയാമെങ്കിൽ, യെസ്, യു ആർ ബിക്കം എ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ. ഇത് മൂന്നും കൂടി ചേരുന്ന ഒരാളെയാണ് നമ്മളൊരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട് എൻഡ് മാത്രം അറിയാമെന്നുണ്ടെങ്കിൽ അയാളെ നമുക്ക് ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ എന്ന് വിളിക്കാം. ബാക്ക് എൻഡ് മാത്രം അറിയാമെന്നുണ്ടെങ്കിൽ അയാളെ നമുക്ക് ബാക്ക് എൻഡ് ഡെവലപ്പർ എന്ന് വിളിക്കാം. ഇനി ഡേറ്റാബേസുകളെ മാനേജ് ചെയ്യാൻ അറിയാവുന്നവരെ ഡേറ്റാബേസ് മാനേജർ എന്നും വിളിക്കാം. ഇതെല്ലാം അറിയാവുന്ന ഒരാളെയാണ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ആരെങ്കിലും ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്താണെന്ന് ചോദിച്ചാൽ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.